ഓം ശരവണ ഭവ. ചൊവ്വാഴ്ചയുള്ള നമ്മളുടെ ആറുമുഖ വിളക്ക് തെളിയിച്ച് ാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാവരും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് ആറുമുഖ വിളക്ക്, ഓം വിളക്ക് ഒക്കെ തെളിയിച്ച് ധൂപ ആരതിയൊക്കെ കൊടുക്കണം. ഞാൻ ചില ദിവസങ്ങളിൽ ഭഗവാന് അഭിഷേകം ചെയ്യാറുണ്ട്. നിങ്ങൾക്കതിന് പറ്റുമെങ്കിൽ ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹം വാങ്ങിച്ചിട്ട് അഭിഷേകം ചെയ്യുകയും നെയ്യ് ഒഴിച്ചിട്ടാണ് ഈ ആറുമുഖ വിളക്ക് കത്തിക്കുന്നത്. ഓം വിളക്കും തെളിയിക്കണം. എല്ലാ ചൊവ്വാഴ്ചകളിലും മുടങ്ങാതെ നിങ്ങളിത് ചെയ്യണം. വെറ്റില ദീപമൊക്കെ തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്. എൻ്റെ കൂട്ടായ്മയിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് ചൊവ്വാഴ്ച മുരുക ഭഗവാനുള്ള ദീപം തെളിയിക്കുന്നതുമായി സംബന്ധിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ നിങ്ങൾക്കതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം. ആറുമുഖ വിളക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയിച്ചാൽ മതി, അതും നിങ്ങളുടെ അഡ്രസ്സിൽ നമ്മൾ എത്തിച്ചു തരാം. അപ്പോൾ ആറുമുഖ വിളക്ക് തെളിയിക്കുന്നതും ഭഗവാന് ഓം വിളക്ക് തെളിയിക്കുന്നതും മുരുകനെ മുറുകെ നിങ്ങൾ പിടിച്ചോളൂ. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിഹാരമാണ്. ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. എത്രത്തോളം ഭഗവാനോട് നമ്മൾ എത്ര അടുത്ത് ചെല്ലുന്നോ അത്രയും നമ്മളെ ചേർത്ത് നിർത്തും. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. നിങ്ങൾ വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ, വസ്തു വാങ്ങിക്കണം, അല്ലെ വീട് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുടങ്ങാതെ ചൊവ്വാഴ്ച വെറ്റില ദീപവും ആറുമുഖ വിളക്ക് തെളിയിക്കുക, ഓം വിളക്ക് തെളിയിക്കുക, ഇതൊക്കെ ചെയ്യണം. മുരുക ഭഗവാനെ നമ്മൾ എത്രത്തോളം ഭഗവാനിലേക്ക് നമ്മൾ ചെല്ലുന്നു അത്രത്തോളം ഭഗവാൻ നമ്മളെ ചേർത്ത് നിർത്തും. ഒരിക്കലും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് നമ്മളെ വിധേയരാക്കത്തില്ല. നിങ്ങൾക്ക് ഉടനടി അതിന് പരിഹാരം കാണും. അപ്പം സ്കന്ദഷഷ്ടി കവചവും വേൽമാറിലും ഒക്കെ എല്ലാവരും വായിക്കണം. പുസ്തകം വേണമെങ്കിൽ അറിയിച്ചാൽ മതി, അതും നമ്മൾ എത്തിച്ചു തരാം. നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയാലോ ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ പൂജകൾ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതിനൊരു വീഡിയോ എടുത്ത് അല്ലെങ്കിൽ അത് തയ്യാറാക്കി മുൻകൂട്ടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂ ഇയർ മുതൽ തലേ ദിവസം തന്നെ അടുത്ത ദിവസം ചെയ്യേണ്ട പൂജകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂ ഇയറിന് നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യണം. ലക്ഷ്മി പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ വിശദ വിവരങ്ങളുമായിട്ട് ഞാൻ വീഡിയോ ഇന്ന് തന്നെ ഇടാം, അല്ലെങ്കിൽ അടുത്ത ദിവസമാണെങ്കിലും ഇടാം. നാളെ നിങ്ങൾ ഏകാദശിയാണ്. ഭഗവാന് കൃഷ്ണന് പൂജകൾ വഴിപാടുകൾ ചെയ്യണം, പായസം വെക്കണം, ഒരു തുളസിമാല അണിയണം, ഭഗവാന് നേദ്യം വെക്കണം, പായസം വെച്ച് ദീപധൂപ ആരതി കൊടുത്ത് നെയ്വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ചൊവ്വാഴ്ച നമ്മൾ നമ്മുടെ മുരുക ഭഗവാന് വേണ്ടി ചെയ്തു, വഴിപാടുകളെല്ലാം ചെയ്തു. അതിൻ്റെ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഇത് ഞാൻ ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. ഇനി മുൻപ് തന്നെ നിങ്ങളെ തലേദിവസം തന്നെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തേക്കാം. നാളെ ഏകാദശിയാണ്. ഏകാദശി എല്ലാവരുടെയും വീടുകളിലൊരു കൃഷ്ണ വിഗ്രഹം കാണും. ഭഗവാനൊരു തുളസിമാല ചാർത്തി നിങ്ങളൊരു നേദ്യം സമർപ്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. ഭഗവാന്റെ നാമങ്ങൾ പ്രാർത്ഥിക്കണം. വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എന്താണ് നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുക. അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. പിന്നെ എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ, അതായത് 3-നും 5-നും ഇടയിൽ ഉണരാൻ ഈ നാളെ മുതൽ ശ്രമിക്കുക. കാര്യം നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് എന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ നാളെ മുതലേ അതിന് തയ്യാറെടുക്കുക. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നേരത്തെ കിടക്കുക. എല്ലാവരെയും കൊണ്ട് എത്രത്തോളം സാധിക്കുമെന്ന് അറിയില്ല, എന്നാലും ഇതിനു വേണ്ടി നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെക്കണം. ബ്രഹ്മമുഹൂർത്തത്തിലെ വിളക്ക് തെളിയിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചും കൂടുതൽ വിശദമായി തുടർന്ന് വീഡിയോകൾ ഇടാം. എന്താണെങ്കിലും ഇന്നത്തെ എൻ്റെ ചൊവ്വാഴ്ച രാവിലെയല്ല ഞാൻ പൂജ ചെയ്തത്, വൈകുന്നേരമാണ് ഇന്ന് പൂജ ചെയ്തത്. ആ പൂജയുടെ കാര്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ആറുമുഖ വിളക്കിൽ നെയ്യ് ഒഴിച്ച് ദീപം തെളിയിച്ചു, ഓം വിളക്ക് തെളിയിച്ചു, ഭഗവാന് മുല്ലപ്പൂ ചാർത്തി പുഷ്പം ചാർത്തി പൂജ ചെയ്തു, ചെറിയൊരു നേദ്യവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ചെയ്യുക. ഒരുപാടൊന്നുമില്ല, നമ്മളെക്കൊണ്ട് പറ്റുന്നത് ഭഗവാന് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വളരെയധികമായിട്ട് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ വെറ്റില ദീപം, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വെറ്റില ദീപം തെളിയിക്കാം. ചൊവ്വാഴ്ചകളിൽ മറക്കരുത് നിങ്ങൾ ഷഷ്ടി, ചൊവ്വാഴ്ച, കാർത്തിക നക്ഷത്രം, വിശാഖം, ഇതൊന്നും മറക്കാതെ നിങ്ങൾ ഭഗവാന് വേണ്ടിയിട്ടുള്ള പൂജ
വഴിപാടുകളെല്ലാം കൃത്യമായി കഴിക്കണം. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ചുള്ള വീഡിയോ ഇടാം. നാളെ എന്താണേലും ഏകാദശി ആയതുകൊണ്ട് എല്ലാവരും വ്രതമായിരിക്കണം. ഇന്നേ ഏകാദശി ആണ്, പക്ഷേ നാളെയാണ് നമ്മൾ പൂജകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നാളെ ഏകാദശിയായിട്ട് നിങ്ങൾ വ്രതമെടുക്കണം. നോൺ വെജ് ഒന്നും കഴിക്കരുത്. ഭഗവാന് തുളസിമാല ചാർത്തി നേദ്യം വെച്ച് നാമജപമാണല്ലോ നമുക്ക്. നാമജപത്തിൻ്റെ ശക്തി മറ്റൊന്നിനും ഇല്ല. നാമജപം കൊണ്ട് നമുക്ക് എന്തിനേയും മാറ്റിമറിക്കാൻ പറ്റും. ഇപ്പം ശനിയാണ് അല്ലെ മോശം സമയമാണ് അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നു. ശനി അത്ര മോശമൊന്നുമല്ല. ശനിയിലുണ്ടാകുന്ന കഷ്ടപ്പെട്ട് നമ്മൾ നേടുന്നതെല്ലാം ഇരട്ടി ഫലം നമുക്ക് തരും. നിങ്ങൾ ഭഗവാനെ മുറുക്ക പിടിച്ചോളൂ. ഒരു ദുഃഖങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകില്ല. ശനിദോഷങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല. ശനിയൊക്കെ നിങ്ങൾക്ക് അനുകൂല കാരകനായിട്ട് മാറും. അപ്പോൾ ഇനിയുള്ള ഈ ന്യൂ ഇയർ മുതൽ എല്ലാവരും ചൊവ്വാഴ്ച 6 മുഖ വിളക്ക് തെളിയിക്കണം. നിങ്ങൾക്ക് 6 മുഖ വിളക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നിങ്ങൾക്കതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ.